കൽപ്പനയെ ലംഘിക്കുവാനുള്ള പ്രേരണയാണ് അവൻ നൽകുന്നത്. നാലാമതായിട്ട് ദൈവകൃപയിൽ നിന്ന് ഒരു വ്യക്തിയെ വ്യതിചലിപ്പിക്കുവാൻ സംശയം ജനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ നാം മനസ്സിലാക്കുമെങ്കിൽ ഒരുപാട് പ്രലോഭനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ന് ക്രൈസ്തവ ലോകത്തെ കാര്യം ഞാൻ പറയുന്നത്, പലരും പല ഉപദേശങ്ങളാൽ കടന്നു വന്ന് വ്യക്തികളെ തെറ്റിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വക സത്യങ്ങൾ ഒന്ന് തുലനം ചെയ്ത് നോക്കുവാൻ ആ ആത്മീയ ദർശനം സഹായിക്കും. അതുപോലെ വിവാഹമോചനം, ഭ്രൂണഹത്യ, അങ്ങനെ എന്തെല്ലാം ഇന്ന് അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള തിരുവചനത്തിൽ നിന്നുള്ള മറുപടികൾ നമ്മെ മനസ്സിലാക്കുവാൻ തക്കതിനോണം ഇതിലെ സവിശേഷതകൾ ഉപയുക്തമാക്കുന്നുണ്ട്. പ്രാസംഗികർക്ക് പ്രസംഗിക്കുവാനുള്ള ഉത്തമമായ ഒരു ടൂളാണ് ആത്മീയ ദർശനം. അപ്പോൾ ആ ആത്മീയ ദർശനം തന്നെ നമ്മുടെ മനസ്സിനൊരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനം പകരുന്ന ഒരുപാട് വിജ്ഞാന വീതി എന്ന് പറയുന്നൊരു പങ്ക്തിയുണ്ട്. ആ വിജ്ഞാന വീതിയിലേക്ക് കടന്നു പോകുമ്പോഴാണ് പല കാര്യങ്ങളും. കഴുതയുടെ പടം ഇതിനകത്തുണ്ട്. അപ്പൊ കഴുത എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒരു മൃഗമാണ്. പക്ഷേ ദൈവം കഴുതയെ കൊണ്ട് ഒരു പ്രവാചകനോട് സംസാരിച്ചതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു. അത് അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് ഒരു കുഞ്ഞിന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു വിജ്ഞാനം പകരുന്ന കാര്യമാണ്. അതുപോലെ വിജ്ഞാനപ്രദമായ ഒരുപാട് സവിശേഷതകൾ ബൈബിളിലുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ആ കുഞ്ഞുങ്ങളെ, യുവതലമുറയൊക്കെയും ആകർഷിക്കുവാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ മുതിർന്നവർക്കും മനസ്സിലാകാത്തതോ വായിച്ചാൽ ശ്രദ്ധിക്കാത്തതായ കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടുതലായി അനേകരെ ഇതിലേക്കൊന്ന് ആകർഷിക്കുവാൻ തക്കവണ്ണം, അതൊരു പ്രത്യേക മതത്തിന്റെ വേലയിട്ടില്ലാതെ, അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും വിജ്ഞാനം നൽകുന്ന സാർവത്രിക സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഇതിനെ ഉപയുക്തമാക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് സമയം നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷെ ഞാൻ എല്ലാ തലത്തിലേക്കും വരേണ്ടതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്, അത് കിങ് ജെയിംസ് വേർഷന്റെ ബൈബിൾ, ദി ക്രിസ്ത്യൻ വോക്ക്, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു റിലീസ് തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നു. കിങ് ജെയിംസ് വേർഷന്റെ അത് ഒരു പരിഭാഷയാണ്. കിങ് ജെയിംസ് വേർഷൻ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പുരാതനമായതും സനാതനമായതും ഏറ്റവും ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ വേർഷനാണ് കിങ് ജെയിംസ് വേർഷൻ. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ ചിന്താഗതി നമ്മുടെ ചിന്താഗതി വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ മലയാളത്തിലുള്ള വിശുദ്ധ സത്യവേദം അപ്പാടെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ അപ്രകാരം ഒരുപാട് ബൈബിളുകളുണ്ട്. എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകം വളരെയേറെ വിസ്മരിച്ചു കളഞ്ഞ ഒരു വലിയ പ്രക്രിയയാണ് ഉപവാസ പ്രാർത്ഥന. പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാധാന്യം വളരെയധികം നഷ്ടപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രസക്തിയും പ്രാധാന്യവും എങ്ങനെ ജീവിതങ്ങളെ അത് രൂപാന്തരപ്പെടുത്തുമെന്നുള്ള സൂക്ഷ്മമായിട്ടുള്ള പഠനങ്ങളും ഉൾപ്പെടുത്തിയ സ്റ്റഡി ബൈബിളാണ് ഈ ദ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ. അതുപോലെ തന്നെ ഇംഗ്ലീഷില് പലപ്പോഴും നമ്മളൊരു വെറും വേദപുസ്തകമല്ല, ഒരു ബൈബിൾ അല്ല കിട്ടുന്നത്, എപ്പോഴും സ്റ്റഡി ബൈബിൾസ് ആണ്. വിവിധങ്ങളായ ദർശനങ്ങളോടുകൂടി ഓരോരുത്തർക്കും ലഭിക്കുന്ന ദർശനങ്ങളെ അധിഷ്ഠിതമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാടുകളെ അനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കുന്ന ദർശനങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ബൈബിളുകളാണ് സാധാരണയായിട്ട് സ്റ്റഡി ബൈബിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ദർശനം, അതായത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പഠനം ഉള്ള ഒരു ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ചരിത്രത്തിൽ ഇതം പ്രഥമമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. മാത്രമല്ല, ഇതുവരെയും നമ്മൾക്ക് ബൈബിളുകൾ സ്റ്റഡി ബൈബിളിലൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത് പാശ്ചാത്യരിൽ നിന്നാണ്. എന്നാൽ ഒരു ഏഷ്യക്കാരൻ ഇതം പ്രഥമമായിട്ട് ഒരു ബൈബിൾ പാശ്ചാത്യർക്ക് നൽകുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതിലപ്പുറമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കാര്യം, പ്രത്യേകിച്ചും ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായ കൃത്യമായ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന, ആത്മീയ ജീവിതത്തിൽ പകരുവാൻ കഴിയുന്ന അപ്രകാരമുള്ള ഒരു വലിയ പഠനം ഇതിൽ ഉൾക്കൊണ്ട് അവർ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഡെൻവറിൽ വെച്ച് ആഗോള പുസ്തകമേളയിൽ ഇത് പ്രകാശനം ചെയ്യാൻ മുഖാന്തരം ഒരുക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഉപവാസത്തെ പറ്റി പറഞ്ഞു. എന്താണ് ശരിക്കും ഈ ഉപവാസ ശുശ്രൂഷ എന്നതുകൊണ്ട് ശരിക്കുള്ള എന്താണ്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമോ? ഉപവാസം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. കാരണം
ഭാരതത്തിലെ അനേക മതങ്ങളുടെ വീട്ടിലും ഹൈന്ദവ മതമാണ്. ഹിന്ദു മതത്തിൽ ഉപവാസത്തിന് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ബുദ്ധമതം, സിഖ് മതം, ജൈനമതം ഇവയൊക്കെ ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള പ്രേരണയിൽ അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മതങ്ങളാണ്. അവയ്ക്കൊക്കെയും ഉപവാസത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ പൗരസ്ത്യ ലോകത്ത് ഉപവാസത്തിന് വലിയ പ്രാധാന്യം ഈ മതങ്ങൾ നൽകുന്നുണ്ട്. യഹൂദ മതവും അതും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പഴയ നിയമത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഉപവാസം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്രിസ്തു മതം യഹൂദ മതത്തിന്റെ തുടർച്ചയാണ്. അപ്പോൾ ക്രിസ്തു മതത്തിലും ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. യേശു ക്രിസ്തു 40 ദിവസത്തെ ഉപവാസത്തോടു കൂടിയാണ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. എന്നാൽ ഉപവാസത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു. നാം ഒരു നേരത്തെ ഭക്ഷണം വെടിയുക എന്നുള്ളത് മാത്രമല്ല ഉപവാസം. അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. നാം സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോഴാണ് പാപം മനുഷ്യർ കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു പാതയാണ് ഉപവാസം. നാം ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ തന്നെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാതെ ദൈവമായിട്ടൊരു ബന്ധം സാധ്യമല്ല. അപ്പോൾ ഇത് ഒരു സ്നേഹത്തിന്റെ മാർഗമാണ്. നമ്മുടെ വെറുപ്പും വൈരാഗ്യവും എല്ലാ രീതിയിലുള്ള പരസ്പര മത്സരങ്ങളും ഒക്കെ അലിച്ചു കളയുന്ന വിദ്വേഷങ്ങളും വ്യവഹാരങ്ങളൊക്കെ മാറ്റിക്കളയുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഉപവാസ പ്രാർത്ഥന. ഇത് ദൈവം കൽപ്പിച്ചതാണ്. പഴയ നിയമത്തിൽ അത്യുന്നതനായ ദൈവം മോശയോട് കൽപ്പിച്ചതാണ്. ഈ ഇപ്രകാരം എബ്രായ കലണ്ടറിൽ 7-ാം മാസം 9-ാം തീയതി മുതൽ 7-ാം മാസം 10-ാം തീയതി വരെ 24 മണിക്കൂർ പാപപരിഹാര ദിനമായിട്ട് ആചരിക്കണം. എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് ദൈവകൃപ നഷ്ടപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പശ്ചാത്തപിച്ച് വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വഴിയായി ദൈവം കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ ഒരുപാട് ഉപവാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പട്ടിണി ഇരിക്കുക അല്ലെങ്കിൽ ഉണ്ണാവൃതം ഇരിക്കുക എന്നൊരു പ്രക്രിയയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നാം ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തുചെന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വലിയൊരു വാതായനമാണ് ഉപവാസ പ്രാർത്ഥന. അതാണ് ക്രിസ്ത്യൻ വോക്ക് ബൈബിളിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ശരി. കേരളത്തിൽ ഇപ്പം താങ്കൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാവും. എങ്ങനെയാ ആളുകൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉപവാസം എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് കേരളത്തിൽ ഞാൻ അധികമായി ഞാൻ വിദേശ രാജ്യങ്ങളിലാണ് ഉപവാസ പ്രാർത്ഥന നയിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ആളുകൾ സ്വാഗതം ചെയ്യുന്ന ഒരു ശുശ്രൂഷ അല്ല. കാരണം മറ്റെല്ലാ കാര്യങ്ങളും വെടിഞ്ഞ് 24 മണിക്കൂർ അതില് ഉറക്കത്തിനായിട്ട് 4-5 മണിക്കൂർ മാത്രം വേറിട്ട് ഭവനങ്ങളിൽ പോയി ഒരു 6-7 മണിക്കൂർ ഗ്യാപ്പില് ഏതാണ്ട് 17-18 മണിക്കൂർ തുടർച്ചയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന 24 മണിക്കൂർ ഉപവാസമാണെങ്കിൽ ത്രിദിന ഉപവാസ പ്രാർത്ഥനകളല്ല അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ സാധാരണഗതിയായിട്ട് നാം കാണുന്ന മറ്റു ശുശ്രൂഷകളെ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന ശുശ്രൂഷകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപവാസ പ്രാർത്ഥനകൾക്ക് വലിയൊരു സ്വീകരണം ലഭിക്കാറില്ല. പക്ഷേ ഉപവാസ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു വലിയ അനുഭവമാണ്. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് മേക്സ് എ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം. തിരക്കേറിയ അനുദിന ജീവിതത്തിൽ നിന്ന് ഒന്ന് വേറിട്ട് സ്വസ്ഥമായി സമാധാനമായി നാം എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പാളിച്ചകളെന്നൊന്ന് കണ്ടുപിടിക്കുവാൻ, എവിടെയാണ് നാം വീണുപോയെന്ന് മനസ്സിലാക്കുവാൻ, മുൻപോട്ട് പോകുവാൻ എങ്ങനെ കഴിയും, എവിടെയാണ് നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും അനുഗ്രഹങ്ങളും നഷ്ടമാക്കിയെന്ന് മനസ്സിലാക്കുവാൻ, അതിനൊക്കെ വലിയ മുഖാന്തരം ഒരുക്കണമെങ്കിൽ മനുഷ്യൻ സാവകാശമായി സാവധാനമായി അല്പസമയം വേറിട്ട് ഇരിക്കണം.